പ്രാക്ടീസിനിടയിൽ കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യത്തെക്കുറിച്ച് വളരെയധികം കൺസേൺഡ് ആയിട്ടുള്ള ഒരുപാട് പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരിലെല്ലാം വളരെ കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അവർ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഡെൻ്റൽ പ്രോബ്ലംസ്, അതായത് വേദനയോ അല്ലെങ്കിൽ അവരുടെ ടീത്തിൻ്റെ പൊസിഷനിങ്ങിലൊക്കെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വേദന എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് അവർ ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുന്നത്. ദി വെയിറ്റ് ടു വിസിറ്റ് എ ഡെൻറ്റിസ്റ്റ് അൺടിൽ ദെയർ ചൈൽഡ് ഷോ സം സോർട്ട് ഓഫ് ഡെൻ്റൽ പ്രോബ്ലംസ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡെൻ്റൽ ഇഷ്യൂസും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവയാണ്. ഒരു പ്രോബ്ലം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ നമ്മൾ കറക്റ്റ് ടൈമിൽ ഡെൻറ്റിസ്റ്റ് കൺസൾട്ടേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഈ പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഒഴിവാക്കാൻ കഴിയും. ഐഡിയലി യുവർ ചൈൽഡ്സ് ഫസ്റ്റ് ഡെൻ്റൽ വിസിറ്റ് ഷുഡ് ബി ബിഫോർ ദെയർ ഫസ്റ്റ് ബർത്ത്ഡേ ഓർ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഇറപ്ഷൻ ഓഫ് ദെയർ ഫസ്റ്റ് ടൂത്ത്. എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് മുന്നെയോ, അതായത് അവർക്ക് 1 വയസ്സാവുന്നതിന് മുന്നെയോ, അല്ലെങ്കിൽ അവരുടെ വായിൽ ആദ്യത്തെ പല്ല് ഇറപ്റ്റ് ചെയ്ത ഉടനെയോ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, എന്നിരുന്നാൽ പോലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് ഇൻ ഫ്യൂച്ചർ, അത് ക്യാവിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഹാബിറ്റ് കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പല്ലിൻ്റെ പൊസിഷനും മാലൊക്ലൂഷനൊക്കെ വരാൻ സാധ്യതയുള്ള വിരൽ ചൂമ്പുക അല്ലെങ്കിൽ ടങ് ത്രസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഹാബിറ്റ്സ് ഉണ്ട്. അതൊക്കെ കുഞ്ഞുങ്ങളുടെ ഇൻ ഫ്യൂച്ചർ അവരുടെ ടീത്തിന് മാൽ അലൈൻമെൻറ്റ് വരാനുള്ള കാരണങ്ങളാണ്. അത്തരം ഹാബിറ്റ്സ് ഡെൻറ്റിസ്റ്റിന് ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിയും, അതിനെ ഇൻ്റർവീൻ ചെയ്യാനും കഴിയും. പല മെത്തേഡ്സിലൂടെ കൗൺസിലിംഗ്, ഗൈഡൻസ്, പിന്നെ അതല്ലാണ്ട് അപ്ലയൻസ് ഒക്കെ യൂസ് ചെയ്ത് ഡെൻറ്റിസ്റ്റിന് ആ പ്രോബ്ലംസിന് ഇൻ്റർവീൻ ചെയ്ത് ഭാവിയിൽ ഡെൻ്റൽ ഇഷ്യൂസ് വരുന്നത് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഏർലി ഡെൻ്റൽ വിസിറ്റ് കൊണ്ട് ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ അറ്റ്മോസ്ഫിയർ കുഞ്ഞുങ്ങൾക്ക് വളരെ ഫെമിലിയർ ആക്കി മാറ്റാൻ പറ്റും. ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ അറ്റ്മോസ്ഫിയറുമായിട്ടൊക്കെ കുഞ്ഞുങ്ങൾ ഫെമിലിയർ ആവുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് ഡെൻറ്റിസ്റ്റിനെയും ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ അറ്റ്മോസ്ഫിയറും ഒക്കെ വളരെ അൺകംഫർട്ടബിൾ ആവുകയും അവർ വളരെ ടാൻട്രംസ് ഒക്കെ കാണിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വേദന വന്നതിന് ശേഷം ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുകയും അപ്പോൾ ഇഞ്ചക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വന്നാൽ അതിൻ്റെ പെയിൻഫുൾ എക്സ്പീരിയൻസ് എല്ലാം അവർക്ക് വളരെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് മനസ്സിൽ കിടക്കുകയും അത് ഇൻ ഫ്യൂച്ചർ ആ ഏജിൽ മാത്രമല്ല അവരുടെ ലേറ്റർ ഏജിലും അത്യാവശ്യമുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ് പോലും അവർ ഡിലേ ചെയ്യുകയോ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങളിലേക്ക് നയിക്കും. അതെല്ലാം ടോട്ടലി അവരുടെ ഓവറോൾ ഡെൻ്റൽ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ ഏർലി ആൻഡ് ടൈംലി ഡെൻ്റൽ കൺസൾട്ടേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനീ പറഞ്ഞത് എത്ര പേരൻസ് സീരിയസ് ആയിട്ട് എടുക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ വളരെ റെസ്പോൺസിബിളായിട്ട് കൃത്യസമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഡെൻ്റൽ ചെക്കപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അവർ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഡിസ്കംഫർട്ട് അവർക്ക് ഒരുപാട് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതും കുഞ്ഞുങ്ങൾക്ക് വളരെ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഡെൻ്റൽ പ്രൊസീജിയേഴ്സിലേക്ക് പോകാതെ നമുക്കത് ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പാരൻസ് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാതിരിക്കട്ടെ. ബി എ റെസ്പോൺസിബിൾ പാരൻറ്റ്. താങ്ക് യു.